നാട്ടുകാരുടെ രോഷം നമുക്ക് മനസ്സിലാവും. അവരുടെ പ്രിയപ്പെട്ട 3 പേരെയാണ് ഈ പറയുന്ന നരാധമനായ ഈ ചെന്താമര എടുത്തിരിക്കുന്നത്, ജീവൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചെന്താമരയെ അവർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷേ അവരെ പ്രതിയെ ഒന്ന് കാണിക്കണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കും, നിയമപരമായി പോലീസിന് പ്രതിയെ സുരക്ഷിതമായി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതുവരെ പോലീസിന് ആ ഡ്യൂട്ടി ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായും നാട്ടുകാരുടെ ജനരോഷം മനസ്സിലാവുന്നു, വികാരം നമ്മൾ മനസ്സിലാക്കുന്നു. അവരിൽപ്പെട്ട 3 പേരെയാണ് ഈ ചെന്താമര ജീവൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം പ്രേക്ഷകർക്ക് കാണാം. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിസരത്താണ്. അവർ പറയുന്നത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇക്ബാൽ, നാട്ടുകാർ വലിയ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം ദേഷ്യത്തിൽ തന്നെയാണ്, രോഷാകുലരായിട്ടാണ് പ്രതികരിക്കുന്നത്. അവരുടെ ആവശ്യം ഈ പ്രതിയെ ഒന്ന് കാണുക എന്നതാണ്. പക്ഷേ ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ നിന്ന് ജനങ്ങളെ മാറ്റാതെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകും? എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇക്ബാൽ? അരുൺ, നിലവിൽ ചെന്താമരയുടെ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നിലവിൽ പ്രതിയെ ഈ പോലീസ് സ്റ്റേഷനിലെ അകത്തേക്ക് പോലീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനിടയിൽ നാട്ടുകാർ പറയുന്നത് ചെന്താമരയെ ഒരു നോക്ക് കാണണം, ആ സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ചെന്താമരയെ തങ്ങൾ കണ്ടതിനു ശേഷം മാത്രമേ ചെന്താമര പോലീസിന്റെ പിടിയിലായി എന്ന കാര്യം വിശ്വസിക്കൂ എന്നാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, ഇത് പോലീസ് തടഞ്ഞതോടുകൂടി അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലെ ഗേറ്റ് ഉൾപ്പെടെ നാട്ടുകാർ പൊളിച്ചതിനു ശേഷം സ്റ്റേഷനകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലുള്ളത് ചെന്താമര തന്നെയാണ്. നമ്മളുടെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. റിപ്പോർട്ടറിന്റെ ഫ്രെയിമിൽ ചെന്താമരയെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. നാട്ടുകാരുടെ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു, അവരുടെ ഭീതി ഒഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാട്ടുകാർ വൈകാരികമായി പ്രതികരിക്കുമ്പോൾ പോലീസിന് അവരോടൊപ്പം നിൽക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ആ വൈകാരികത നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നാട്ടുകാർ തമ്മിൽ 2 വിഭാഗങ്ങളായി തിരിയുന്നുണ്ട്. ഒരു വിഭാഗത്തിലുള്ള ആളുകൾ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതായി മനസ്സിലാക്കുന്നു ഇക്ബാൽ. അരുൺ, അതായത് ബോയൻ കോളനിയിലെ CPM നേതാക്കൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തി നാട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ പിന്തിരിഞ്ഞ് പോകാൻ തയ്യാറാവുന്നില്ല. നെന്മാറയിലെ കൂടുതൽ നേതാക്കൾ ഈ മേഖലയിലേക്ക് എത്തി നാട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ജനം സ്വാഭാവികമായി വൈകാരികമായി പ്രതികരിച്ചുവെന്ന് വരും. അവരുടെ ഇടയിൽപ്പെട്ട 3 പേരുടെ ജീവനാണ് ചെന്താമര എടുത്തിരിക്കുന്നത്. അതിൽ സുധാകരന്റെയും ലക്ഷ്മിയെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും 36 മണിക്കൂറിനുള്ളിൽ ഈ സുധാകരനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. നാട്ടുകാരൊക്കെ തിരിഞ്ഞു എന്നതും ശരിയാണ്. പക്ഷേ പോലീസ് ഇപ്പോൾ ചെന്താമരയെ അതിവിദഗ്ധമായി പിടികൂടി ഇപ്പോൾ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയതിനു ശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി പോലീസിന് മുന്നിൽ നടപടിക്രമങ്ങളുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. അയാളുടെ ആരോഗ്യനില മോശമാണ്. അയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും റിമാൻഡ് ചെയ്യുക. ആ നടപടികൾ പൂർത്തിയാക്കാൻ പോലീസിന് സമയവും സാവകാശവും കൊടുക്കണം. പോലീസ് അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായും അയാളെ ഒരു നോക്ക് കാണാൻ ആളുകൾ കാത്തിരിപ്പുണ്ട്. പക്ഷേ അത് വൈകാരികമായിട്ടുള്ളൊരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. അതിന് വിട്ടുകൊടുക്കാൻ പോലീസിന് കഴിയില്ല. നിലവിലുള്ള നാട്ടുകാർക്ക് കഴിയില്ല. പോലീസ് ഇപ്പോൾ വലിയ രീതിയിൽ നാട്ടിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നേതാക്കൾ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജനം പൊട്ടിത്തെറിക്കുകയാണ്. ജനങ്ങളുടെ വികാരം നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് നെന്മാറക്കാരുടെ, പോത്തുണ്ടിക്കാരുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ ഭീതിയുടെ നിഴലിലാണ് ജീവിച്ചിരുന്നത്. പിന്മാറാതെ ജനങ്ങൾ ഇപ്പോഴും പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് തമ്പടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. ഇതിനിടയിൽ പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു എന്ന ഒരു ആരോപണം കൂടി വരുന്നുണ്ട്. പ്രതിയെ വിട്ടുതരണമെന്ന് നാട്ടുകാർ പറയുന്നു. അത് സാധ്യമല്ല. നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മളുടെ നിയമവ്യവസ്ഥയെ കയ്യിലെടുക്കാൻ ജനത്തെ അനുവദിക്കാൻ കഴിയില്ല. പക്ഷെ അതേസമയം തന്നെ ജനങ്ങളുടെ വികാരം പോലീസ് മനസ്സിലാക്കണം. സംയമനത്തോടു കൂടി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരിച്ചുവിടേണ്ടതാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നാട്ടുകാരും പോലീസിനോടൊപ്പം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു.